വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 9 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാൻ അങ്ങേ അനുഗമിക്കും. ഒരാൾ പറയുന്നു. മറ്റൊരാൾ പറയുകയാണ്, കർത്താവെ, ഞാൻ അങ്ങേ അനുഗമിക്കാം, എന്നാൽ ആദ്യമേ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ എന്നെ അനുവദിച്ചാലും. ഇനിയും മറ്റൊരാൾ പറഞ്ഞ് നമ്മൾ കേട്ട് കഴിഞ്ഞു, കർത്താവെ, ഞാൻ ആദ്യമേ ചെന്ന് എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിക്കണമേ. ഇവിടെയെല്ലാം തങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് ശേഷം ബാക്കി കിട്ടുന്ന സമയത്തും ബാക്കി കിട്ടുന്ന ജീവിതത്തിലും ബാക്കി കിട്ടുന്ന സമ്പന്നതയിലുമൊക്കെ ദൈവത്തെ അനുഗമിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഈശോ അയാളോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാൻ അങ്ങേ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് പറയുന്ന മറുപടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, സർവ സൃഷ്ടികളുടെയും ഉടയവനായ അഥവാ സൃഷ്ടാവായ എല്ലാത്തിൻ്റെയും ഉത്ഭവ കാരണമായ ദൈവത്തിന് ഇടമില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. എല്ലാം അവിടത്തേക്ക് സ്വന്തമാണ് എന്ന്. പക്ഷേ തനിക്ക് സ്വന്തമായിട്ട് തലചായ്ക്കുവാൻ അല്പം നേരമോ ഇടമോ ഒന്നും അവിടത്തേക്കില്ല. കാരണം അവിടുന്ന് സദാ കർമ്മനിരതനാണ്, നിഷ്കാമകർമ്മിയാണ്. അവിടുന്ന് യാതൊരുവിധ പ്രതിഫലമോ യാതൊരുവിധ സുഖമോ സന്തോഷമോ അംഗീകാരമോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യേശു. തന്നെ അനുഗമിക്കുന്നവരും അങ്ങനെയാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ബലഹീനരായ നമ്മുടെ വിചാരത്തിലും ചിന്തയിലും പ്രവർത്തനത്തിലും എല്ലാം കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. ഞാൻ നിന്നെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും? ഞാൻ നിനക്ക് ഇന്ന കാര്യം ചെയ്തു തന്നാൽ നീ എനിക്ക് എന്ത് കാര്യം ചെയ്തു തരും? ഇങ്ങനെ പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ അതിലെന്തർത്ഥമെന്ന് യേശു മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്. കലപ്പയിൽ കൈവച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഇപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ലക്ഷ്യം സാധിക്കുന്നത് വരെയും അതിന് തയ്യാറായി അവൻ്റെ പിന്നാലെ പോകണം എന്നൊക്കെയുള്ള കർക്കശ സ്വഭാവം ഈ വചനങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്. ഇവിടെ നമുക്ക് സമ്മതിക്കാതെ തരമില്ല. യേശു ശിഷ്യരാകുക, യേശു ശിഷ്യനെ അനുകരിക്കുക എന്നൊക്കെ വെച്ചാൽ ക്ലേശങ്ങളില്ലാത്ത അനുയായികളുടെ ഒരു ജീവിതം അവിടുന്ന് വിഭാവനം ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും എന്തർത്ഥം എന്ന് മറ്റൊരു ചോദ്യം. എന്തുമാകട്ടെ, ഇവിടെ അനുയായികളുടെ ക്ലേശങ്ങൾ എന്താണ് എന്ന് ഈ വാക്യങ്ങളിലൂടെ അവിടുന്ന് വരച്ചു കാട്ടാനായിട്ട് ശ്രമിക്കുന്നു. പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈശോ പറയുന്നില്ലേ, മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചവരെ സംസ്കരിക്കാൻ നമ്മൾ പോകണ്ട എന്ന. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ സംസ്കരിക്കേണ്ടവരെയും നമ്മുടെ സഹായം, മൃതസംസ്കാര സമയത്ത് സാന്നിധ്യവും സഹായവും പ്രാർത്ഥനയും ആവശ്യമുള്ളവരടുക്കൽ മറ്റെന്തും മാറ്റിവെച്ച് നമ്മൾ പോകാൻ കടപ്പെട്ടവരാണ് എന്ന് തന്നെ യേശു ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഈ മരിച്ചിടത്ത് എന്ന് മരിച്ചവരെ സംസ്കരിക്കുന്നിടത്തും ഒരു ദൈവരാജ്യ പ്രഘോഷണമുണ്ട്. അത് മറച്ചു വെച്ച് അറിയാതെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ് മരിച്ച മൃതസംസ്കാരങ്ങളിലെല്ലാം പോയി അതിൻ്റെ ആരംഭ കർമ്മം മുതൽ അവസാന കർമ്മം